ഡ്രസ്സിംഗ് റൂം എന്ന് പറയുന്നത് നിങ്ങൾ 3 പേര് അതിൻ്റെ ഉള്ളിൽ കയറുന്നത് എന്തിനാണ്? ഞാൻ പറയാം. ഹലോ ഹലോ, അനുമോൾ ആദ്യമായിട്ടാണോ ഞാൻ അങ്ങനെ ചെയ്തോ? അയ്യോ, ഇതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട സാറേ. ഞങ്ങളൊരു തമാശക്ക് എന്റെ ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി കിട്ടിയേ പറ്റൂ. പിന്നെന്താ മുമ്പ് ചെയ്തിട്ടില്ല? ഹെവനല്ലേ, കാണും. അതിനിപ്പോ എന്തിനാ എന്നോട് ചൂടായി? അതിനിപ്പോ ഞാൻ എന്ത് തെറ്റായത്? പിന്നെ ഞാൻ നിങ്ങളെ വാൺ ചെയ്തോ? ഈ തെമ്മാടത്തിൽ എന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. അതെ, ഞാൻ പറയാം. ഞാൻ കറക്റ്റ് ഡേറ്റും സമയവും കറക്റ്റായിട്ട് ഞാൻ എഴുതി അയക്കാം. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അതൊന്നുമില്ല. അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലേ. നിങ്ങളെ വാൺ ചെയ്തോ ബിഗ് ബോസ്? അതെപ്പോഴായിരുന്നു? ഫെബ്രുവരി 30 അതെ, ആ സമയം മനസ്സിലായോ? ഇയാള് വെറുതെ വെളിവേടാണ്. നീ വന്നേ. എന്താ എന്റെ അടുത്ത പരിപാടി സഹു? നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു മണ്ടത്തരം പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വരരുതെന്ന്. നമ്മുടെ കണക്കൂട്ടലെല്ലാം തെറ്റിയല്ലേ? കിച്ചൺ ക്യാപ്റ്റനെ പറ്റിയുള്ള സത്യസന്ധമായ അഭിപ്രായം. ലക്ഷ്മി പുതിയൊരു മടിച്ചാണ്. ബാക്കി കാര്യം ഞങ്ങളേറ്റ്. നീ വിഷമിക്കണ്ടെന്ന്, ഇനി സമയമുണ്ടല്ലോ. കുക്കിംഗ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആളെ എന്തിനാണ് ക്യാപ്റ്റൻ ആക്കിയത്? അതില്ല, എനിക്കറിയാമായിരുന്നു നീ എന്റെ അടുത്ത് തന്നെ വരുമെന്ന്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ലക്ഷ്മിക്കിട്ട് ഒരു പണി കൊടുക്കാന്ന് അതാണ് ഞാൻ ചോദിക്കുന്നത്. ചേട്ടന്റെ ഉപദേശം അനുസരിച്ച് നടന്നോളാം. ഇപ്പൊ ഈ തെറ്റിന് മാപ്പ്. ആര്യൻ എന്താ പിന്നെ പറയാനിരുന്നത്? അയ്യോ ഞാനല്ല, ഈ മുത്തച്ഛന് ആ മസാല ദോശ എന്തോ ചെയ്തു. ഒന്നുമില്ല ലാലേട്ടൻ, കാര്യത്തില് എന്ത് പറയാ ലാലേട്ടൻ? എടോ ശ്രീനി, എനിക്ക് തന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നു, അതിപ്പോ പോയി. അതിലൊരു തുഗ്ലക് പരിഷ്കാരിയാണെന്ന് തോന്നുന്നു. കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്തത് കൊണ്ട് തന്നെ നന്നാവാനുള്ള ശ്രമം കള്ളന്റെ ഭാഗത്തുണ്ടായതുപോലെ കഷ്ടായിപ്പോയി.